بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ സത്യം ആഗ്രഹിക്കുന്ന, അള്ളാഹു അനുഗ്രഹം ചെയ്തവർക്ക് സത്യപാതയിലെത്താൻ ഈ സംവാദം ഒരു കാരണമാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ നമ്മുടെ മുസ്ലിയാര് അദ്ദേഹത്തിന്റെ വാദത്തിൽ പറയുന്നത് ബദരീങ്ങളെ രക്ഷിക്കണേ, മൊഹീദ്ദീൻ ഷെയ്ഖെ സഹായിക്കണേ എന്നിങ്ങനെയുള്ള സഹായത്തേട്ടങ്ങൾ അള്ളാഹുവിന്റെ രക്ഷയും സഹായവും നമ്മിൽ എത്തിച്ചേരാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ് എന്നാണ്. ആദ്യം തന്നെ പറയട്ടെ, അള്ളാഹുവിന്റെ പേരിൽ പച്ചക്കള്ളം കെട്ടിപ്പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിയാര് ശിർക്കിന് തെളിവുണ്ടാക്കുകയാണ്. പിന്നെ മുസ്ലിയാര് പറയുന്നത് അവർ തേടിക്കൊണ്ടിരിക്കുന്ന ഔലിയാക്കന്മാര് ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദിവ്യത്വമുള്ളവരാണെന്നോ എന്നുള്ള വിശ്വാസം അവർക്കില്ല എന്നാണ്. അങ്ങനെയുള്ള വിശ്വാസം ഇല്ലാതെയാണ് അവർ തേടുന്നത് എന്നാണ്. എന്തായിരുന്നാലും മുജാഹിദുകളുടെ മുന്നിൽ വന്നപ്പോ അങ്ങനെ ഒരു മാറ്റമെങ്കിലും അവർക്കുണ്ടായതിൽ നമുക്ക് സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കരിക്കുമ്പോൾ നമ്മൾ പ്രതിജ്ഞയെടുക്കുന്നു. എന്നാൽ പല സഹോദരങ്ങളും ആ പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായിക്കൊണ്ട് അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അള്ളാഹു അല്ലാത്തവരിലേക്ക്, അതേ മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, അതുപോലെ തന്നെ പല ഷെയ്ഖുമാരിലേക്കും മുനമ്പത്തെ വേവി സഹായിക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഇങ്ങനെ പല കാര്യങ്ങൾക്കും ജോലി കിട്ടാനും പട്ടിണി മാറാനും അതുപോലെ തന്നെ പല വിധത്തിലുള്ള കാര്യങ്ങൾക്ക് ഈ മഹാന്മാരായിട്ടുള്ള ആളുകൾക്കും അല്ലാത്തവർക്കും നേർച്ചയാക്കിക്കൊണ്ട് അവർ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള സഹായ തേട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പച്ചയായ ശിർക്കാണ് എന്ന് മഹാന്മാരായ അഹ്ലുസുന്നയുടെ ഒട്ടേറെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് കൽപ്പിച്ചത് അള്ളാഹുവിനോട് മാത്രം തേടുവാനാണ്. ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. അതെ, അള്ളാഹുവിനോട് മാത്രം തേടുക. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ. ഞാൻ എന്റെ റബ്ബിൽ ഒരിക്കലും തന്നെ ശിർക്ക് വെക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനോട് മാത്രമേ തേടിയിട്ടുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നേർക്കുനേരെ ദീൻ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ സഹാബത്ത് അള്ളാഹുവിനോട് മാത്രമേ തേടിയിട്ടുള്ളൂ. ഒരു സന്ദർഭത്തിലും അവർ മറ്റൊരു സൃഷ്ടിയിലേക്ക് അവർ പ്രാർത്ഥിച്ചിട്ടില്ല. അവരുടെ സഹായത്തേട്ടം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള സഹായത്തേട്ടങ്ങളുമായി പോയിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെയും സ്വഭാവം വിവരിക്കുന്നത്, അതെ, അവർ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരാണ്. അതെ, നബിയെ പ്രഖ്യാപിക്കുക, ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രികീൻ. അതെ, വളരെ കൃത്യമായി സൂറത്ത് യൂസുഫിലെ 108-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രഖ്യാപിക്കുവാൻ വേണ്ടി പറയുന്നു. എന്താണത്?
ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണ്? സ്വഭാവം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം. എന്താണ് ആ മാർഗത്തിന്റെ പ്രത്യേകത? ആ മാർഗത്തിന്റെ പ്രത്യേകത അദ്ഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മാത്രം ക്ഷണിക്കുന്ന, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന മാർഗം. അത് നബി മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയവരും അങ്ങനെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കേണ്ടവരാണ്, ക്ഷമിക്കുന്നവരാണ്. അതാണ് ഈ ആയത്തിന്റെ താല്പര്യം. അലാ ബസീറത്തിൻ, വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ, ദൃഢമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അതെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കേണ്ടവരാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ടുള്ള ആളുകൾ, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന കലിമ ചൊല്ലിയിട്ടുള്ള ആളുകൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കേണ്ടവരാണ്. അതിൽ നിന്നും വിഭിന്നമായി എവിടെയെങ്കിലുമൊക്കെ കെട്ടിപ്പൊക്കിയിട്ടുള്ള ജാറങ്ങളിൽ അതിൽ സ്ഥാപിച്ചിട്ടുള്ള ഭണ്ഡാരപ്പെട്ടികൾ നിറക്കുന്നതിന് വേണ്ടി ഈ മുസ്ലിയാക്കന്മാർ അള്ളാഹു അല്ലാത്തവരിലേക്കാണ് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന, ഇത്തിബാ ചെയ്യുന്ന അനുയായികളല്ല, മറിച്ച് മറ്റു പലതിന്റെയും അനുയായികളാണ്, ഹവയുടെ ആളുകളാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. മുജാഹിദുകളുടെ മുന്നിലെത്തിയപ്പോഴെങ്കിലും ഇവർക്ക് ഇങ്ങനെ ഒരു മാറ്റമുണ്ടായത് തരികിടയാണോ തട്ടിപ്പാണോ എന്നുള്ളതൊന്നും നമുക്കറിയുകയില്ല. കേരളത്തിലെ സമസ്തക്കാരായിട്ടുള്ള ആളുകൾ ജനങ്ങളോട് പറയാറുള്ളത് അവരുടെ ഔലിയാക്കന്മാർക്ക് ഒരുപാട് ദിവ്യത്വമുണ്ട്, അതെ ഒരുപാട് ദിവ്യത്വമുള്ളവരാണ് എന്ന് തന്നെയാണ് കേരളത്തിലെ മുസ്ലിയാക്കന്മാര് ജനങ്ങളോട് പറയുന്നത്. എന്തായിരുന്നാലും അതൊക്കെ ഇപ്പൊ നിഷേധിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മുസ്ലിയാരിയുടെ വാദത്തിൽ എഴുതിയിട്ടുള്ള സഹായ ചോദ്യങ്ങൾ അത് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുവാൻ കഴിവുള്ളവൻ ഏകനായ നമ്മുടെ എല്ലാം സൃഷ്ടാവായ ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്നവനായ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അത്തരത്തിലുള്ള തേട്ടങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. വിശുദ്ധ ഖുർആനിൽ അതെ ഒരു ദിവസം നമ്മൾ നമസ്കരിക്കുമ്പോൾ 17 പ്രാവശ്യം ചുരുങ്ങിയത് ഫർള് നമസ്കാരങ്ങളിൽ നമ്മളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഈ സഹായത്തേട്ടം അതെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള സകല കാര്യങ്ങൾക്കും, ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യങ്ങൾക്കും സഹായം തേടി പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. അങ്ങനെ അള്ളാഹുവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് അള്ളാഹു നമ്മളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള എല്ലാ സഹായ ചോദ്യങ്ങളും പ്രാർത്ഥനകളാണ്. അതെ, എല്ലാ സഹായ ചോദ്യങ്ങളും പ്രാർത്ഥനകളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം 1400 കൊല്ലങ്ങൾക്ക് ശേഷം ജീവിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നേർക്ക് നേരെ വിശുദ്ധ ഖുർആനിലെ മുഴുവൻ ആയത്തുകളും, മുസ്ലിയാർ ഓതിയ ആയത്തും അല്ലാത്ത ആയത്തുകളും ഇനി ഓതാൻ പോകുന്ന ആയത്തുകളും ഒക്കെ കേട്ട് നേർക്ക് നേരെ കേട്ട് ദീൻ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ ഒരു സമൂഹം, അതെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു സഹായം, ഒരു സഹായത്തേട്ടം അവര് നടത്തിയിട്ടില്ല. ജീവിച്ചിരുന്നപ്പോഴാവട്ടെ വഫാത്തായതിനു ശേഷമാവട്ടെ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് അത്തരത്തിലുള്ള ഒരു തേട്ടം നടത്തിയിട്ടില്ല. മുസ്ലിയാർ പറഞ്ഞത് ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്നത് കാരണമാണ് എന്നാണ്. ബദരീങ്ങൾ കാരണമാണ് എന്നാണ് മുസ്ലിയാർ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ അതെ ബദറിൽ പങ്കെടുത്ത 300 ചില്ലാനം സഹാബികൾ, അവരുടെ കൂടെ ജീവിച്ചവരാണ് ഈ സഹാബത്ത്. അവർക്ക് ജീവിതത്തിന്റെ ഒട്ടേറെ ഘട്ടങ്ങളിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സന്തോഷത്തിന്റെയോ സന്താപത്തിന്റെയോ ദുഃഖത്തിന്റെയോ പ്രയാസത്തിന്റെയോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്റെ ബദരീങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു തേട്ടം ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചതുപോലെ ഫൈൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, അതെ ആ സഹാബത്ത് വിശ്വസിച്ചതുപോലെയാണ്
ഖിയാമത്ത് നാൾ വരേക്കുമുള്ള മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ടത് ആയത്തുകളും ഹദീസുകളും അവർ പഠിച്ചതുപോലെ അവർ മനസ്സിലാക്കിയതുപോലെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും വിധത്തിൽ മുസ്ലിയാക്കന്മാര് നടത്തുന്ന കുപ്രചരണങ്ങളും തട്ടിപ്പുകളുമല്ല, ദുർവ്യാഖ്യാനങ്ങളുമല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. നിങ്ങൾ ഈ സഹാബത്ത് വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചിരുന്നാൽ അവർ നേർമാർഗത്തിലായി കഴിഞ്ഞു എന്നാണ് സഹാബത്തിനെ ചൂണ്ടിക്കൊണ്ട് അല്ലാഹു കൽപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സഹാബത്തിന്റെ വിശ്വാസം അവരുടെ ജീവിത മാർഗത്തിലേക്ക്, അവരുടെ മനഹജിലേക്ക്, അവർ പഠിച്ചു മനസ്സിലാക്കിയ ദീനിലേക്ക് എല്ലാവരും വരിക. അവിടെ നമുക്ക് ഒന്നാകുവാനും യഥാർത്ഥ സത്യവിശ്വാസികളായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം സഹായം തേടിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിന്റെ അനുയായികളായി മാറുവാൻ കഴിയും. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. സുന്നികളുടെയും മുജാഹിദുകളുടെയും ഇടയിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഇസ്തിഗാസ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അമ്പിയാക്കളോടും ഔലിയാക്കളോടും ചോദിക്കപ്പെടുന്ന, അഭ്യർത്ഥിക്കപ്പെടുന്ന സഹായാർത്ഥനയാണ്. ഇവിടെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും അവർ ജീവിച്ചിരിക്കുന്നവരോ മരണപ്പെട്ടവരോ ആയിക്കൊള്ളട്ടെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരാണ്, അടിമകളാണ്. അള്ളാഹു നൽകിയ കഴിവുകൾ മാത്രമേ അവർക്കുള്ളൂ, അള്ളാഹു നൽകാത്ത ഒരു കഴിവും അവർക്കില്ല എന്ന വിശ്വാസത്തോടുകൂടെ, അവർ ദൈവമോ ദൈവാവതാരമോ ദിവ്യത്വമുള്ളവരോ അല്ല എന്ന വിശ്വാസത്തോടുകൂടെ അവരോട് സഹായാർത്ഥന നടത്തൽ, അത് ശിർക്കല്ല, അത് തൗഹീദിൽ പെട്ടത് തന്നെയാണ് എന്നാണ് സുന്നിപക്ഷം വാദിക്കുന്നതും സത്യവും അതുതന്നെയാണ്. എന്നാൽ ഇബ്നു തൈമിയ വരുന്നതുവരെ ഈ വിഷയത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമേ ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ഇസ്തിഗാസയെ തള്ളിപ്പറഞ്ഞത് ഇബ്നു തൈമിയയാണ്. ഇങ്ങനെ ഇബ്നു തൈമിയയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ഇസ്തിഗാസയെ തള്ളിപ്പറഞ്ഞത് എന്ന് പറയുമ്പോൾ തന്നെ വിശുദ്ധമായ ഖുർആനിലോ ഹദീസിലോ, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വിശദീകരണങ്ങളായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിലോ ഈ സഹായാർത്ഥനയെ നിഷേധിക്കുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന, നിഷിദ്ധമാക്കുന്ന, ശിർക്കാക്കുന്ന ഒരു വചനവും നമുക്ക് കാണാൻ കഴിയുകയില്ല എന്ന് ബോധ്യം. നമുക്കറിയാം, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് ഏതൊരു അനുഗ്രഹവും വന്നു കിട്ടിയാൽ അത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആരിൽ നിന്ന് എന്ത്, എങ്ങനെ, എപ്പോൾ, എത്ര കിട്ടിയാലും അത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് എന്നാണ് സുന്നികൾ, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇവിടെ നമുക്ക് പലതരത്തിലുള്ളതായ അനുഗ്രഹങ്ങളും കാര്യങ്ങളും ചെയ്തു തരുമ്പോൾ അത് ഡയറക്റ്റായിട്ടല്ല ചെയ്തു തരുന്നത്. അള്ളാഹു തന്നെയാണ് നൽകുന്നതെങ്കിലും അത് ഒരു കാരണത്തോട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് നൽകുന്നത്. ഇങ്ങനെ കാരണത്തോട് ബന്ധപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തരുമ്പോൾ ആ കാരണങ്ങളോട് ബന്ധപ്പെടാൻ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നിർദ്ദേശിക്കുന്നു. വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത്, പാരായണം ചെയ്യുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നാണ്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇവിടെ വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ഈ ആയത്തിനെ വിശദീകരിച്ച എല്ലാ മുഫസ്സിറുകളും എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ നിന്നോട് തന്നെ സഹായം ചോദിക്കുന്നു എന്നുള്ള വിശദീകരണം തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഭൗതികമായ വിഷയങ്ങളിൽ സൃഷ്ടികളോടും അഭൗതികമായ വിഷയങ്ങളിൽ സൃഷ്ടാവിനോടും എന്ന വിശദീകരണം പ്രാമാണികരായ ഒരു മുഫസ്സിറും നൽകിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമായ ഖുർആനിലൂടെ വ്യക്തമാക്കുന്നത് സർവ സഹായങ്ങളും അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് എന്നാണ്.
സർവ സഹായങ്ങളും എന്ന് പറയുമ്പോൾ അതിൽ ഭൗതികമായതും അഭൗതികമായതും എല്ലാം അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. ആ അള്ളാഹുവിനോട് തന്നെയാണ് ഭൗതികമായ കാര്യങ്ങൾക്കും അഭൗതികമായ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും സഹായം ചോദിക്കേണ്ടത്. എന്നാൽ ഈ വിശദീകരണം നൽകുന്ന, ഇങ്ങനെ പഠിപ്പിക്കുന്ന അള്ളാഹുവും അവൻ്റെ പ്രവാചകനും കാരണം എന്ന നിലക്ക് പലരോടും പല വിഷയങ്ങളിലും സഹായം അഭ്യർത്ഥിക്കുവാനും പലരോടും പല വിഷയങ്ങളിലും ബന്ധപ്പെടുവാനും നിർദ്ദേശിക്കുന്നുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധമായ ഖുർആനും ഹദീസും കാരണക്കാർ എന്ന നിലക്ക് അമ്പിയാക്കളോടും ഔലിയാക്കളോടും നമുക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളിലും ബന്ധപ്പെടുവാനുള്ളതായ നിർദ്ദേശം നൽകുന്നുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള അമ്പിയാക്കളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളും അവരുടെ ജീവിതവും മരണവും സമമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതവും മരണവും അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സമമാണ് എന്ന് പറയുമ്പോൾ ജീവിത കാലഘട്ടത്തിൽ അവരോട് നമുക്ക് ദൈവമല്ല, ദൈവാവതാരമല്ല, ദിവ്യത്വമുള്ളവരല്ല എന്ന വിശ്വാസത്തോടുകൂടെ അള്ളാഹു നൽകിയ കഴിവുകൾ കൊണ്ട് സഹായിക്കും എന്ന വിശ്വാസത്തോടുകൂടെ സഹായം അഭ്യർത്ഥിക്കാമെങ്കിൽ അവരുടെ വഫാത്തിന് ശേഷവും അതേ വിശ്വാസത്തോടുകൂടെ സഹായം അഭ്യർത്ഥിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ സ്വഹാബത്ത് അഭൗതികമായ കാര്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പിടിപെട്ടതായ മറവി മാറുന്നതിന് വേണ്ടി റസൂലുള്ളാഹിനോട് സഹായാർത്ഥന നടത്തിയതും അഭൗതികമായ രീതിയിൽ റസൂലുള്ള ചികിത്സിച്ചതും ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളമില്ലാതെ കഷ്ടപ്പെട്ട സമയത്തും സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് പരാതിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പല വിഷമഘട്ടങ്ങളിലും സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് പരാതിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരു അന്ധനായ സ്വഹാബിവര്യൻ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് തൻ്റെ വിഷമങ്ങൾ ദൂരീകരിച്ചു തരാൻ തനിക്ക് കാഴ്ച നൽകുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭൗതികമായ നിലക്ക് സഹായം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ സന്ദർഭങ്ങളിലൊക്കെയും പ്രവാചകൻ അവർക്ക് സഹായം ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, അവരോട് ഒരിക്കൽ പോലും നിങ്ങൾ എന്നോടിത് ചോദിക്കരുത്, നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ഇത്തരത്തിൽ അഭൗതികമായ കാര്യങ്ങൾ തന്നോട് ചോദിക്കൽ ശിർക്കാണ് എന്നാണ് ഉള്ളത് എങ്കിൽ, അത് ശിർക്കായിരുന്നുവെങ്കിൽ പ്രവാചകൻ ഒരിക്കലും ആ ചോദ്യത്തിന് മറുപടി നൽകുകയോ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ അതേ രീതിയിൽ തന്നെ വിട്ടയക്കുകയോ ചെയ്യുമായിരുന്നില്ല. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും നിങ്ങൾ ഇത്തരത്തിൽ ചോദിക്കുന്നത് തെറ്റാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അവരെ നല്ല നിലയിൽ കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. ഇവിടെ അഭൗതികമായ നിലക്ക് സഹായാർത്ഥന നടത്തിയതായ സ്വഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായം ചെയ്തു കൊടുത്തു. ഇവിടെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അതായത് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ജീവിതവും മരണവും സമമാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ ജീവിത കാലഘട്ടത്തിൽ സ്വഹാബത്ത് ഏതൊരു വിശ്വാസത്തോടുകൂടെയായിരുന്നോ റസൂലുള്ളാഹിനോട് സഹായം അഭ്യർത്ഥിച്ചത്, അതേ വിശ്വാസത്തോടുകൂടെ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം സഹായാഭ്യർത്ഥന നടത്തിയാൽ അതും അംഗീകരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിന്റെ റൗളയിൽ വന്നും അല്ലാതെയും റസൂലുള്ളാഹിനോട് സഹായം അഭ്യർത്ഥിച്ചത്. താബിഉകൾ റസൂലുള്ളാഹിനോട് സഹായം അഭ്യർത്ഥിച്ചത്. മദ്ഹബിൻ്റെ ഇമാമുകൾ അവർ സഹായം അഭ്യർത്ഥിച്ചത്. മുൻകാല സാദാത്തുക്കളും മുൻകാല പണ്ഡിതന്മാരും പ്രാമാണിക പണ്ഡിതന്മാരുമെല്ലാം
റസൂലുള്ളാഹിനോടും അതുപോലെയുള്ള പ്രവാചകന്മാരോടും മഹത്തുക്കളോടും സഹായം അഭ്യർത്ഥിച്ചത് ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധമായ ഖുർആനിലും ഹദീസിലും പണ്ഡിതന്മാരുടെ വചനങ്ങളിലും ഇസ്തിഗാസയെ അംഗീകരിക്കുന്ന, ഇസ്തിഗാസയെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു സ്ഥലത്തും ഈ ഇസ്തിഗാസ, അതായത് അമ്പിയാക്കളോടും ഔലിയാക്കളോടും അവർ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദിവ്യത്വമുള്ളവരാണെന്നോ വിശ്വസിക്കാതെ അള്ളാഹുവിൻ്റെ അടിമകളും ഇഷ്ടദാസന്മാരുമാണ്, അള്ളാഹു നൽകിയ കഴിവുകൾ മാത്രമേ അവർക്കുള്ളൂ, ആ കഴിവുകൾ കൊണ്ട് അവർ സഹായിക്കും എന്ന പ്രതീക്ഷയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ സഹായം അഭ്യർത്ഥിക്കൽ ശിർക്കാണെന്നോ തൗഹീദിന് വിരുദ്ധമാണെന്നോ അനാചാരമാണെന്നോ ഖുർആനിലോ ഹദീസിലോ അതിൻ്റെ വിശദീകരണങ്ങളിലോ ഒരു സ്ഥലത്ത് പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ സുന്നികൾ നടത്തുന്ന സഹായാർത്ഥന, അതായത് അമ്പിയാക്കൾ ഔലിയാക്കളോട് അവർ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദിവ്യത്വമുള്ളവരാണെന്നോ വിശ്വസിക്കാതെ നടത്തുന്ന സഹായാർത്ഥന ഖുർആനിനും ഹദീസിനും വിരുദ്ധമായതല്ല. ഖുർആനിനും ഹദീസിനും വിരുദ്ധമായതാണ് എന്ന മുജാഹിദുകളുടെ വാദം അത് സത്യത്തിൽ ഖുർആനിനും ഹദീസിനും നിരക്കുന്നതല്ല, സത്യത്തിന് നിരക്കുന്നതല്ല. ഇൻഷാ അല്ലാഹ് അത് സംവാദത്തിൽ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുത്താം. അള്ളാഹു തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ജീവിതവും മരണവും സമമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പ്രഖ്യാപിച്ചിട്ടുള്ളതായി മുസ്ലിയാർ ഇവിടെ പറയുകയുണ്ടായി. ഏതാണ് ആ ആയത്ത്? നമുക്ക് ചോദിക്കാനുള്ളത്, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് ഇവിടെ മുസ്ലിയാക്കന്മാർ നടത്തുന്നത് പോലെ ബദരീങ്ങളെ രക്ഷിക്കണേ, അതുപോലെ തന്നെ മൊയ്‌ദീ ശൈഖെ കാക്കണേ എന്നിങ്ങനെ മുസ്ലിയാക്കന്മാർ നടത്തുന്ന ഈ സഹായത്തേട്ടം, ഈ ഇസ്തിഗാസ നടത്തിയ സഹാബി, ഏതെങ്കിലും ഒരു സഹാബിയുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സഹാബികൾക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അഭിപ്രായ ഭിന്നതകളും ഉണ്ടായി. ഏതെങ്കിലും ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചുകൊണ്ട് ഈ മുസ്ലിയാക്കന്മാർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വിധത്തിൽ, അതെ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഇസ്തിഗാസ നടത്താൻ കാരണമാണ് ഇവര് എന്ന വിശ്വാസത്തോടെ ഏതെങ്കിലും ഒരു സഹാബി, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു സഹാബി കുടുംബക്കാരിൽ നമുക്കറിയാം ഫാത്തിമ റളിയല്ലാഹു അൻഹ. നമ്മൾ പറയാൻ ആഗ്രഹിച്ചതല്ല, പക്ഷെ മുസ്ലിയാക്കന്മാർ പറയിപ്പിക്കുകയാണ്. ഇതൊന്നും ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, കാരണം അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടുള്ളതാണ്. അത് പറഞ്ഞുകൊണ്ട്, ആ ഒരു കാര്യം മനസ്സിൽ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്റെ ഉപ്പയുടെ സ്വത്ത് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, അഹ്ലുൽ ബൈത്തിന് അനന്തരാവകാശം ഇല്ല. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അമ്പിയാക്കൾ അനന്തരമെടുക്കാറില്ല. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ആരും തെറ്റിദ്ധരിക്കണ്ട. അമ്പിയാക്കൾ അനന്തരമെടുക്കാറില്ല. അതെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്തിൽ നിന്ന് കൊടുത്തിട്ടില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഫാത്തിമ മോളെ, നിനക്ക് വേണമെങ്കിൽ എന്റെ വാപ്പായുടെ സമ്പത്തിൽ നിന്ന് ചോദിച്ചോ, പക്ഷെ നരകത്തിൽ നിന്ന് എന്നെ കാക്കാൻ എനിക്ക് പറ്റില്ലട്ട മോളെ എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതെ, അവിടെയും മുസ്ലിയാർ പറയുന്നത് ജീവിതവും മരണവും സമമാണെങ്കിൽ എന്തേ ഫാത്തിമ ബീവിക്ക് ഇത് മനസ്സിലായില്ലേ?
ആയിഷാ ബീവി അലി റളിയല്ലാഹു അൻഹുമായി യുദ്ധം നടത്തി, ഒരു വീരസങ്ങളുണ്ടായി, ജമൽ യുദ്ധമുണ്ടായി. ആ സമയത്തൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അടുത്തേക്ക് അവർ പോയോ? വിശുദ്ധ ഖുർആനിലെ ഏതോ ആയത്തുണ്ട് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഈ ആയത്ത് അവർക്ക് മനസ്സിലായില്ലേ? ഇതാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. PKM ബഷീർ സാഹിബ് 3 മിനിറ്റാണ് ചോദ്യം ചോദിക്കാനുള്ളത്. പക്ഷെ അദ്ദേഹം 4 മിനിറ്റിൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ എടുത്തിട്ടും ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു ചോദ്യം ചോദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഫാത്തിമ ബിയുടെ ചരിത്രം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം എന്നിങ്ങനെ സഹാബത്തിൻ്റെ ചരിത്രങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ വ്യക്തവുമല്ല എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ചോദ്യമെന്ന്. ആദ്യം അദ്ദേഹം പറഞ്ഞു വന്നത് ഒന്ന്, അവസാനം നിർത്തുന്നത് മറ്റൊടുത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളൊന്നും വ്യക്തമല്ല. രണ്ടാമതൊരു ക്ലിപ്പ് പോസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് ഒരു ചെറിയൊരു സൂചന കിട്ടുന്നുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായത്തിന് വേണ്ടി വിളിച്ചിരുന്നു റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം എന്നാണ് ആ ചോദ്യം. അതായത് മരണപ്പെട്ടു പോയ അമ്പിയാക്കളോട് സഹായാർത്ഥന നടത്തുന്നതിന് വല്ല തെളിവുമുണ്ടോ? സ്വഹാബത്ത് അങ്ങനെ നടത്തിയിരുന്നു എന്നായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ സ്വഹാബത്തിന് ഇസ്തിഗാസ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിത കാലഘട്ടത്തിൽ തന്നെ സ്വഹാബത്തിന് ഇസ്തിഗാസ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് PKM ബഷീർ സാഹിബ് ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഞാൻ വിഷയാവതരണത്തിൽ ഒരു ആയത്ത് ഓതി, ആ ആയത്ത് ഏതാണ്? ആ ആയത്ത് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സവാഉം മഹിയാഹും വ മമാത്തുഹും, അവരുടെ ജീവിതവും മരണവും സമമാണ്. അവരുടെ ജീവിതവും മരണവും സമമാണ്. അതായത് സത്യവിശ്വാസികളായ ആളുകൾ, അതായത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും ഔലിയാക്കളും. ഈ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ജീവിതവും മരണവും സമമാണ് എന്ന് വിശുദ്ധമായ ഖുർആനാണ് പറഞ്ഞത്. മുസ്ലിയാരുടെ വകയായിട്ട് പറഞ്ഞതല്ല, എൻ്റെ വകയായിട്ട് പറഞ്ഞതല്ല. ഈ പറഞ്ഞ വിശദീകരണം പണ്ഡിതന്മാർ ഖുർആനിൻ്റെ വിശദീകരണമായി നൽകിയത് ഞാനിവിടെ തഫ്സീർ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേകമായ ദിക്റാണ്, പ്രാർത്ഥനയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഈ ഹദീസ് കേൾക്കുമ്പോൾ സാധാരണയിൽ മുജാഹിദ് സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ മുജാഹിദ് മൗലവിമാർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇത് ഇസ്തിഗാസയെ അംഗീകരിക്കുന്ന വചനമാണ് എന്നതിൻ്റെ പേരിൽ ഇത് ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് ഈ തെളിവ് മൂടിവെക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇതിനെ വിശദീകരിക്കുമ്പോൾ ഇതിലുള്ളതായ കലിമാത്തുല്ലാഹി താമ്മാത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്ന് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. കലിമാത്തുല്ലാഹി താമ്മാത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം 2 നിലക്കാണ് എന്നാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത്. ഒന്ന് കുൻ എന്ന വചനമാണ്, മറ്റൊന്ന് പരിശുദ്ധാത്മാക്കളാണ്. ഈ 2 വിശദീകരണവും ബഹുമാനപ്പെട്ട ഇമാം റാസി നൽകുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഒരു വിഷയം, അതായത് കുൻ എന്ന കലിമത്താണ് എന്നതും അതുപോലെ പരിശുദ്ധാത്മാക്കളാണ് എന്നതും അത് ഇൽമുൽ മഅഖൂലാത്തിൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് അദ്ദേഹം സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇമാം റാസിയുടെ ഈ വാചകത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത് ഇമാം റാസിയുടെ അഭിപ്രായമല്ലെന്നും ഇത് ഏതോ പിഴച്ച ആളുകളുടെ ചിന്തയിൽ മുളച്ചു വന്നിട്ടുള്ളതായ തെറ്റായ ആശയങ്ങളാണ് എന്നും മുജാഹിദ് പണ്ഡിതന്മാർ ഇതിനെ മോശമായി ചിത്രീകരിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ദുർവ്യാഖ്യാനം നടത്തി പ്രചരിപ്പിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ശരിയായ വസ്തുത ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
മുസ്ലിയാര് ചോദ്യം ചോദിച്ചപ്പോ കിതാബുകൾ ഒന്നാകെ കണ്ട് കൊണ്ടുവന്നിട്ട് ഭാര്യ വെതറാനല്ല ഞാൻ പറഞ്ഞത്, മറുപടിയാ പറഞ്ഞത്. ഏതാണ് ആ സഹാബി, ഏതാണ് ആ ആയത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഏതെങ്കിലും വിശുദ്ധ ഖുർആനിലെ 6000 ചില്ലാനം ആയത്തുകളിൽ ഏതെങ്കിലും ഒരായത്ത് തെളിവാക്കിക്കൊണ്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ബദരീങ്ങളോടും ഒക്കെ തേടാനുള്ള തെളിവ് ഇതിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും സഹാബി തേടിയതായി തെളിവുണ്ടോന്നാ ചോദിച്ചത്. എന്തേ ഉണ്ട് വന്നില്ലല്ലോ. റാസിങ്ങൾക്ക് എന്താ സഹാബിയാ? എന്നിട്ട് അറുവാഹ് എന്താ? അതെ, ഏതാണ് ഇമാം റാസി? അദ്ദേഹം എന്താ പറഞ്ഞത്? സൂറത്തു നഹ്ലിലെ ആയത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് എന്താണ് ഇത് കുൻ എന്നുള്ളതാണ്. പിന്നെ ഏതോ മുതകല്ലിമീങ്ങള്, എന്തിനാ ചങ്ങായി? അഹ്ലുസുന്നയുടെ അഭിപ്രായമാണോ അത്? സുന്നത്ത് ജമാഅത്ത് എന്ന് വെറുതെ പറഞ്ഞാ പോരാ. അഹ്ലുസുന്നത്തിന്റെ അഭിപ്രായം, മുസ്ലിങ്ങളുടെ അഭിപ്രായം പറയ്. അതെ, എന്താണ് അഭിപ്രായം? മുസ്ലിങ്ങളുടെ അഭിപ്രായം എന്താണ്? വളരെ കൃത്യമായി ഇമാം ഇബ്നു അബ്ദുൽ ബർ പറയുകയാണ്. അതെ, അതെന്താണ്? ഓഫിൽ ഇസ്തിആദത്തി ബികലിമാത്തില്ലാഹ് അബയനു ദലീലുൻ അലാ അന്ന കലാമല്ലാഹി മിൻഹു തബാറക ഇസ്മുഹു വസിഫത്തുൻ മിൻ സിഫാത്തിഹി ലൈസ ബിമഹ്ലൂകിൻ. മനസ്സിലായോ? എന്താണ് അപ്പോ അർവാഹുകൾ എന്ന് പറയുന്നത്? അതേ, ഇമാം ഇബ്നു അബ്ദുൽ ബർ പറയുകയാണ്, ലിഅന്നഹു മുഹാലുൻ അൻ യുസ്താദ ബിമഹ്ലൂകിൻ. അപ്പൊ മുസ്ലിയാരെ, ഇത് അർവാഹ് മഹ്ലൂക്കാണോ അല്ലേ? ഖാലിഖാണോ മഹ്ലൂക്കാണോ? ആരാ? മറുപടി പറയണം. അപ്പോ വളരെ കൃത്യമായി അതെ, വഅലാ ഹാദൽ ജമാഅത്തു അഹ്ലുസുന്നഹ് വൽഹംദുലില്ലാഹ്. എന്താണ്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഈ അഭിപ്രായത്തിന്മേലാണ്. മൊയ്ലിയാരെ, നിങ്ങളുടെ അഭിപ്രായത്തിന്മേലല്ല. നിങ്ങളുടെ അഭിപ്രായം അഹ്ലുസുന്നയുടെ അഭിപ്രായമല്ല. മനസ്സിലാക്കിക്കോ. റാസി അങ്ങനെ എന്തെങ്കിലും മുതകല്ലിമീങ്ങളുടെ വാദം അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതി വെച്ചാൽ തന്നെ അതിനൊക്കെ അദ്ദേഹം മരണസമയത്ത് തൗബ ചെയ്തിട്ട് പോയിട്ടുണ്ട്. മുസ്ലിയാരെ, അത്തരത്തിലുള്ള പിഴച്ച വാദങ്ങളൊക്കെ മാറ്റി പറഞ്ഞിട്ടുണ്ട്, തൗബ ചെയ്തിട്ടുണ്ട് എന്നാണ്. അതൊന്നും മൊയ്ലിയാരെ അറിഞ്ഞില്ല അല്ലെ? എന്തായിരുന്നാലും സഹോദരന്മാരെ, ഞാൻ ചോദിച്ചതിന്റെ ഒന്നാമത്തെ ചോദ്യം ഇപ്പോഴും തെളിവില്ലാതെ കിടക്കുകയാണ്, ഇപ്പോഴും മറുപടി ഇല്ലാതെ കിടക്കുകയാണ്. മുസ്ലിയാർക്ക് മറുപടി തരാൻ പറ്റിയിട്ടില്ല. ഞാൻ ചോദിച്ച ചോദ്യം ഈ ആയത്തിന്റെ ഏത് മുസ്ലിയാർ പറഞ്ഞല്ലോ സമമാണ്. അതെ, എവിടെ സമമാണ്, എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി തഫ്സീർ വായിക്കണം. അത് മൊയ്ലിയാർ ഇങ്ങനെ എടുത്തു കൊണ്ട് ഇട്ടാ പോരാ, വായിച്ച് അർത്ഥം പറയണം, നിങ്ങളെ വാദം സ്ഥിരപ്പെടുത്തണം. ഇവിടെ പറഞ്ഞതായ ആശയത്തെ സ്ഥിരപ്പെടുത്തുന്നതിനും ബലപ്പെടുത്തുന്നതിനും വേണ്ടി കിതാബിൻ്റെ പേജുകൾ ഇവിടെ പോസ്റ്റ് ചെയ്തപ്പോൾ PKM ബഷീർ സാഹിബിന് ഒരു ചെറിയ ഞെട്ടൽ. എൻ്റെ ചോദ്യത്തിന് മറുപടി പറയും മുസ്ലിയാരെ എന്നാണ് അദ്ദേഹം ആ ഞെട്ടൽ മറച്ചു വെക്കുന്നതിന് വേണ്ടി പറയുന്നത്. എന്നാൽ അദ്ദേഹം ചോദിച്ചതായ ചോദ്യങ്ങളിൽ ഒരു ചോദ്യം, കൃത്യമായ ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല. അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ വാദം എഴുതി പോസ്റ്റ് ചെയ്ത അതിനോട് ബന്ധപ്പെട്ട ചോദ്യങ്ങളല്ല ചോദിച്ചിട്ടുള്ളത്, അത് മറ്റൊരു കാര്യമാണ്. ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ആയത്തെവിടെ എന്നാണ്. മഹാന്മാരുടെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ജീവിതവും മരണവും സമമാണ് എന്ന് കുറിക്കുന്ന ആയത്തെവിടെ എന്ന് ചോദിച്ചു. ആ ആയത്ത് ഇവിടെ സൂറത്ത് ജാസിയ ഞാനിവിടെ പോസ്റ്റ് ചെയ്തു. സവാഉം മഹിയാഹും വ മമാത്തുഹും എന്ന് അടങ്ങുന്ന ആയത്ത്. അവരുടെ ജീവിതവും മരണവും സമമാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അവരുടെ ജീവിതവും മരണവും സമമാണ്. അവിശ്വാസികളുടെ പാപങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ ജീവിതം പോലെയല്ല ഈ മഹാന്മാരുടെ ജീവിതം. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ, അവരുടെ ജീവിതം അവിശ്വാസികളുടെ പാപികളുടെ ദോഷികളുടെ ജീവിതം പോലെയല്ല. ഈ ജീവിതം, അവരുടെ ജീവിതവും മരണവും സമമാണ് എന്ന് വിശുദ്ധമായ ഖുർആനാണ് പറഞ്ഞത്, മുസ്ലിയാരല്ല പറഞ്ഞത്. പിന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്നുള്ള ഹദീസ് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു,
ഇമാം റാസി അതിന് 2 നിലക്കുള്ള വിശദീകരണങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഈ 2 വിശദീകരണങ്ങളും നമ്മൾ അംഗീകരിക്കുന്നത് തന്നെയാണ്. ഇത് പരസ്പരം വൈരുദ്ധ്യമായ വിശദീകരണങ്ങളല്ല. ഇത് വൈരുദ്ധ്യമല്ല, വൈവിധ്യമാണ്. കുൻ എന്ന കലിമത്താണ് എന്ന് ഇമാം റാസി വിശദീകരിച്ചു. അതുപോലെ പരിശുദ്ധാത്മാക്കളാണ് എന്നുള്ള വിശദീകരണവും ഇമാം റാസി നൽകി. അദ്ദേഹം ആ വിഷയം പരിശുദ്ധാത്മാക്കളാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ വാദത്തെ, അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത് ഇൽമുൽ മഅഖൂലാത്തിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇത് ഇൽമുൽ മഅഖൂലാത്തിൽ മാത്രം സ്ഥിരപ്പെട്ട വിഷയമല്ല. ഇൽമുൽ മഅഖൂലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കുന്ന വിഷയത്തിൽ PKM ബഷീർ സാഹിബിന് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇൽമുൽ മഅഖൂലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ ജായിസായ, അള്ളാഹുവിൻ്റെ മുസ്തഹീലായ സിഫത്തുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് എന്ന് പണ്ഡിതന്മാർ ഇൽമുൽ മഅഖൂലാത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. അതുപോലെ ഇൽമുൽ മഅഖൂലാത്തിൻ്റെ അടിസ്ഥാനം അത് കിതാബും സുന്നത്തുമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അപ്പോൾ വിശുദ്ധമായ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഇൽമുൽ മഅഖൂലാത്ത് എന്ന് പറയുന്ന വിജ്ഞാന ശാഖയിലും അതുപോലെ തന്നെ ഇമാം റാസിയുടെ അഭിപ്രായത്തിലും കലിമാത്തുല്ലാഹി താമ്മാത്ത് എന്നുള്ളത് പരിശുദ്ധാത്മാക്കളാണ്. അങ്ങനെ വരുമ്പോൾ ഈ പരിശുദ്ധാത്മാക്കളോട് കാവൽ ചോദിക്കുക എന്നുള്ളത് ശിർക്കായിരുന്നു എങ്കിൽ ഒരിക്കലും ഇമാം റാസി അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമായിരുന്നില്ല. ഇൽമുൽ മഅഖൂലാത്തിലും അങ്ങനെ ഒരു പരാമർശം നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. ഇമാം റാസിയുടെ അഭിപ്രായം കലിമാത്തുല്ലാഹി താമ്മാത്തിന് പരിശുദ്ധാത്മാക്കളാണ് എന്നുള്ളത് ഉണ്ട് എന്ന് ബലപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ ഉദ്ധരണി ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചുവന്ന മഷിയിൽ വരച്ചതായ ഭാഗം, ഇന്നമാ യഹ്സുനു ദിക്റുഹു ഇദാ കാന ഖദ് ബഖിയ ഫീ നളിരിഹി ഇൽതിഫാത്തുൻ ഇലാ ഗൈരില്ലാ. അല്ലാഹു അല്ലാത്തവരിലേക്ക് ഒരു ഇൽത്തിഫാത്ത് ഇവിടെ ശേഷിക്കുന്നുണ്ടെങ്കിലും ഇവിടെ അല്ലാഹു അല്ലാത്തതിലേക്ക്, അതായത് പരിശുദ്ധാത്മാക്കളോട് കാവൽ ചോദിക്കുന്നതിലൂടെ അല്ലാഹു അല്ലാത്തവരിലേക്ക് ഒരു ഇൽത്തിഫാത്ത്, ഒരു തിരിയൽ ശേഷിക്കുന്നുണ്ടെങ്കിലും ഇത് പറയൽ നല്ലതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി മേൽപ്പറഞ്ഞ വിശദീകരണം നടത്തിയതിനു ശേഷം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് ഒരു ഇൽത്തിഫാത്ത് ഉണ്ട് എന്ന് ഇമാം റാസി പറയുന്നതിലൂടെ കലിമാത്തുല്ലാഹി താമ്മാത്തിന് പരിശുദ്ധാത്മാക്കൾ എന്ന ഒരു വിശദീകരണവും ഉണ്ട് എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിയാരാകെ കിടന്ന് പിടക്കുകയാണ്. മുസ്ലിയാർ ഇവിടെ കിതാബ് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടപ്പോ ഞാനാകെ വരണ്ടതാ മൊയ്ലിയാരെ വിഷയം. മൊയ്ലിയാരെ വരണ്ടതല്ല, നിങ്ങൾ ഇവിടെ ഒരു കിതാബിൽ ഇങ്ങനെ അങ്ങോട്ട് നിരത്തിയിട്ടോണ്ടായില്ല. നിങ്ങളുടെ വാദം സ്ഥാപിക്കണം. വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ആയത്ത് മനസ്സിലാക്കിയ സഹാബത്ത് ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ ഏതെങ്കിലും അമ്പിയാക്കളെയോ വിളിച്ചുകൊണ്ട്, ഔലിയാക്കന്മാരെയോ വിളിച്ചുകൊണ്ട്, അതെ നിങ്ങൾ ചെല്ലുന്നത് പോലെ ബദരീങ്ങളെ കാക്കണേ, ഇത് അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള തേട്ടം തേടിയോ ഇവിടെ അതിലേക്ക് കൊണ്ടുപോവാ. എന്താ നിങ്ങൾ അർത്ഥം വെക്കാത്തത്? നിങ്ങൾ കുറച്ച് മുമ്പ് നിങ്ങളുടെ വാദം സ്ഥാപിക്കാൻ കിതാബിന്റെ പേസ്റ്റ് ചെയ്താ പോരാ. എനിക്ക് മുഴുവൻ മക്തബത്ത് ഷാമിലെ മുഴുവൻ പേസ്റ്റ് ചെയ്യാൻ പറ്റും. എന്താ നിങ്ങൾ വിചാരിച്ചത്? ആയത്ത് ഖുർആനിലാണ്, പക്ഷെ അത് നിങ്ങൾ വിചാരിച്ചതുപോലെ സഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ല, ഇസ്ലാമിക ലോകം മനസ്സിലാക്കിയിട്ടില്ല. അവരെയാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്, നിങ്ങളുടെ വാദം സ്ഥാപിക്കേണ്ടത്. എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. എവിടെ സഹാബിയുടെ പേര്? എവിടെ? ഞാനിവിടെ ഇബ്നു അബ്ദുൽ ബർറിന്റെ കിതാബിട്ട് അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു. എന്താണത്? വളരെ കൃത്യമായി പറഞ്ഞു. ലൈസ ബിമഖ്ലൂഖിൻ, ലൈസ ബിമഖ്ലൂഖിൻ അഊദു ബികലിമാത്തില്ലാഹി താമാത്തിലെ കലിമത്ത് കൊണ്ടുള്ള ഉദ്ദേശം അത് മഖ്ലൂഖല്ല. ഞങ്ങൾ ചോദിച്ചിരുന്നു, നിങ്ങൾ ഈ പറഞ്ഞ അർവാഹുകൾ മഖ്ലൂഖാണോ ഖാലിഖാണോ ആരാന്ന് ചോദിച്ചിരുന്നു. മിണ്ടിയിട്ടില്ല. വളരെ കൃത്യമായി ഇബ്നു അബ്ദുൽ ബർറിന്റെ കിതാബിൽ നിന്ന് ഞങ്ങൾ വായിച്ചു, ലൈസ ബിമഖ്ലൂഖിൻ, ലൈസ ബിമഖ്ലൂഖിൻ ലിഅന്നഹു മുഹാലുൻ ലിഅന്നഹു മുഹാലുൻ
അൻ യുസ്തആദ ബിമഖ്ലൂഖിൻ വഅലാ ഹാദാ ജമാഅത്തു അഹ്ലുസ് സുന്നത്തി വൽ അഹ്ലുസ് സുന്ന. മനസ്സിലായില്ലേ? വൽഹംദുലില്ലാഹ്. വളരെ കൃത്യമാണ്. നമ്മളിവിടെ പഠിപ്പിക്കുന്ന കാര്യം വളരെ കൃത്യമാണ്. നമ്മളിവിടെ സ്ഥാപിച്ചതും വളരെ കൃത്യമാണ്. മുസ്ലിയാർക്ക് ഇപ്പോഴും അതുകൊണ്ട് മനസ്സിലായിട്ടില്ല, തൊട്ടിട്ടില്ല നിങ്ങളത്. പിന്നെ വളരെ കൃത്യമായി നിങ്ങളോട് വേറൊരു കാര്യം ഇവിടെ മൂന്നാമത് ഞാൻ ചോദിക്കുന്നത് ഇതാ, നിങ്ങളിവിടെ ഒരു കളവ് പറഞ്ഞു, തനിക്ക് കാഴ്ച നൽകാൻ ആവശ്യപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഹദീസ്, ആ ഹദീസ് ഒന്ന് അർത്ഥം പറയണം. നിങ്ങൾ വെറുതെ ഇങ്ങനെ പേസ്റ്റ് ചെയ്താ പോരാ, അർത്ഥം പറയും. വെറുതെ നിങ്ങൾ തഫ്സീറുകൾ പേസ്റ്റ് ചെയ്താ പോരാ. ഇതുപോലെ ഈ ഹദീസും നിങ്ങൾ പേസ്റ്റ് ചെയ്താ പോരാ, അർത്ഥം കൃത്യമായി വെക്കണം. ഞാനിവിടെ ഇമാം റാസി അഥവാ അദ്ദേഹത്തിന്റെ തഫ്സീറുകളിൽ വല്ല മുതകല്ലിമീങ്ങളുടെയും പിഴച്ച വാദങ്ങള് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും വിശ്വസിക്കാൻ അഹ്ലുസുന്നയുടെ സത്യവിശ്വാസികളായിട്ടുള്ള മുസ്ലിമീങ്ങൾക്ക് ബാധ്യതയില്ല. അദ്ദേഹത്തിന്റെ മരണസമയങ്ങളിൽ അതിൽ നിന്നൊക്കെ, ആ പിഴച്ച വാദങ്ങളിൽ നിന്നൊക്കെ മടങ്ങി എന്ന് ഞാനിവിടെ ഇബ്നു അബ്ദുൽ ബറിന്റെ തഫ്സീർ ഇവിടെ വിശദീകരണം ഇവിടെ ഇട്ടു. എന്തേ മുസ്ലിയാർ കണ്ട മട്ടില്ലല്ലോ, പിന്നെയും അർവാഹ് എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണല്ലോ. എല്ലാവിധ പിഴച്ച വാദങ്ങളിൽ നിന്നും മാറിക്കൊണ്ട് തരീഖത്തു സലഫിന്റെ മാർഗത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട് മുസ്ലിയാരെ. എന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി തരൂ. ഏതാണ് ആയത്ത്? സഹാബികൾ മനസ്സിലാക്കിയ ആയത്ത്. ഏത് സഹാബിയാണ് തേടിയത്? ആ സഹാബിയുടെ പേര് പറ. പിന്നെ തനിക്ക് കാഴ്ച നൽകാൻ ആവശ്യപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാഴ്ച നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്ന് നിങ്ങൾ പറഞ്ഞു. ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായി അതിന് അർത്ഥം വെച്ചുകൊണ്ട് ഇവിടെ മറുപടി പറയും. കളവ് പറഞ്ഞാ പോരാ. ഏതാണ് ഹദീസ്? പറ. PKM ബഷീർ സാഹിബിന്റെ അഭിപ്രായം, അദ്ദേഹത്തിന്റെ വിശ്വാസം, വിശുദ്ധമായ ഖുർആനിലെ ഓരോ ആയത്തുകളും ഉദ്ധരിച്ചുകൊണ്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് സ്വഹാബത്ത് പറയുമെന്നാണ്. സ്വഹാബത്ത് പ്രവർത്തിക്കുന്നതും താബിഈകൾ പ്രവർത്തിക്കുന്നതും അവരുടെ ഓരോ അവർ പ്രവർത്തിക്കുമ്പോൾ പറയും, ഞങ്ങൾ ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്, ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുമെന്ന. അങ്ങനെ ഒരു പ്രമാണമുണ്ടോ ബഷീർ സാഹിബെ? എങ്കിൽ ഹാജരാക്കൂ. വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ ഉദ്ധരിച്ചിട്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഓരോ പ്രവർത്തനവും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു പ്രമാണമുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോവാ. അങ്ങനെ പ്രമാണമില്ലാത്ത കാലത്തോളം ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുന്നതിൽ, അല്ലെങ്കിൽ സ്വഹാബത്ത് ചെയ്തത് ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കുന്നതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല എന്ന് മാത്രമല്ല, ആ ചോദ്യം അസ്ഥാനത്തുമാണ്. അങ്ങനെ ഒരു വിശ്വാസം ഇല്ലല്ലോ. അതുപോലെ PKM ബഷീർ സാഹിബ് പറഞ്ഞതായ ഒരു കാര്യം, അത് കളവാണ്. ഇമാം റാസി അദ്ദേഹത്തിന്റെ ഏത് ഗ്രന്ഥത്തിലാണ് എൻ്റെ തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും ഞാൻ മടങ്ങിയിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നത്? ഇമാം റാസി അങ്ങനെ തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും തെറ്റായ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ, അവസാന നാളുകളിൽ രചിച്ചതായ ഒരു ഗ്രന്ഥത്തിൽ, ഞാൻ ഇതുവരെയും പറഞ്ഞത് തെറ്റായിരുന്നു, ഞാൻ ഇതുവരെയും വിശ്വസിച്ചത് തെറ്റായിരുന്നു, ആയതുകൊണ്ട് ഞാൻ തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് ശരിയായ വിശ്വാസങ്ങളിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ മാറുന്നു, ഇന്ന കാര്യങ്ങളൊക്കെയും തെറ്റായിരുന്നു, ഇന്ന വിശ്വാസങ്ങളൊക്കെയും തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് വ്യക്തമാക്കിയിട്ടുള്ള ആ ഗ്രന്ഥമേതാണ്? ഇമാം റാസി അങ്ങനെ വ്യക്തമാക്കിയിട്ടുള്ള ആ പരാമർശമേതാണ്? പിന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത് എന്നുള്ള ഹദീസിനെ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുകയും അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്തപ്പോൾ കലിമാത്തുല്ലാഹി താമ്മാത്ത് എന്ന് പറയുന്നതിന് ബഹുമാനപ്പെട്ട ഇമാം റാസി 2 നിലക്കാണ് വിശദീകരിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ കലിമാത്തുല്ലാഹി താമ്മാത്ത് എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ വ്യത്യസ്തങ്ങളായ ധാരാളം അഭിപ്രായങ്ങൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈവിധ്യങ്ങളായ ധാരാളം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. നമ്മുടെ ഇവിടത്തെ വാദം ഈ സഹായാർത്ഥന അത് ശിർക്കാണോ അല്ലയോ എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് സംവാദം സംഘടിപ്പിച്ചിട്ടുള്ളത്. PKM ബഷീർ സാഹിബ് പറയുന്നു ശിർക്കാണ് എന്ന്, ഞാൻ പറയുന്നു ശിർക്കല്ല എന്ന്.
ഇവിടെ ശിർക്കല്ല എന്ന് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കലിമാത്തുല്ലാഹി താമ്മാത്ത് എന്നുള്ള ഈ ഹദീസിനെ ബഹുമാനപ്പെട്ട ഇമാം റാസി വിശദീകരിച്ച വിശദീകരണവുമായി ഞാൻ ഇവിടെ വിശദീകരിച്ചത്. ഇവിടെ ഇമാം റാസി പറയുന്നുണ്ട്, ഇന്നമാ യഹ്സുനു ദിക്റുഹു ഇദാ കാന ഖദ് ബഖിയ ഫീ നളിരിഹി ഇൽതിഫാത്തുൻ ഇലാ ഗൈരില്ലാ. ഇമാം റാസിയുടെ ഉദ്ധരണിയാണല്ലോ ഇത്. ഇൽമുൽ മാഖൂലാത്തിലുള്ളതാണെന്ന് പറയാനുള്ള ഒരു ഉദ്ദേശമുണ്ടോ താങ്കൾക്ക്? ഇൽമുൽ മാഖൂലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് പിറകെ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഇമാം റാസി പറഞ്ഞതെന്താ? ഇത് പറയൽ നല്ലതാണ്, ഇത് പറയൽ നല്ലതാണ് എന്നാണ് പറഞ്ഞത്. ഇതിൽ അള്ളാഹു അല്ലാത്തവരിലേക്കുള്ള ഒരു ഇൽത്തിഫാത്ത് ശേഷിക്കുന്നുണ്ടെങ്കിലും ഇത് പറയൽ നല്ലതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി വ്യക്തമാക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കുൻ എന്നുള്ള ഒരു വചനമുണ്ട് എന്ന് പറയുന്നതിനോടുകൂടെ വൈവിധ്യമായ മറ്റൊരു അഭിപ്രായം കൂടി അദ്ദേഹം രേഖപ്പെടുത്തുന്നു. എന്ത്? ഇത് പരിശുദ്ധാത്മാക്കളാണ്. പരിശുദ്ധാത്മാക്കളോട് കാവൽ ചോദിക്കുന്നതിലൂടെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ഒരു ഇൽത്തിഫാത്ത് ഉണ്ട് എങ്കിലും ഇത് പറയൽ അനുവദനീയമാണ് എന്നാണ് ഇമാം റാസി പറയുന്നത്. ഇമാം റാസി ശിർക്കിന്റെ പ്രചാരകനായിരുന്നോ? ശിർക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണോ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ചിലവഴിച്ചത്? നിങ്ങൾ പറയേണ്ടതുണ്ട്. ഇവിടെ ഈ സഹായാർത്ഥന, ഈ കാവൽ ചോദിക്കൽ അത് ശിർക്കാണ് എന്നാണ് നിങ്ങൾ വാദിക്കുന്നത്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് എന്നാണ് വാദിക്കുന്നത്. നിസ്സാരമായ ഒരു വാദമല്ല, നിസ്സാരമായ ഒരു ആരോപണമല്ല നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ശിർക്കാണ് എന്ന് വാദിക്കുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇമാം റാസി ശിർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു വിശദീകരണം കൊണ്ടുവരുമായിരുന്നോ? ഇമാം റാസി മുശ്രിക്കാണോ? അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ശിർക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? പിന്നെ ഇൽമുൽ മാഖൂലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അസുല് ഫഅസുലു ദാലിക അൽ കിതാബു വസ്സുന്നത്തു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അസുല്, ഇൽമുൽ മാഖൂലാത്തിന്റെ അസുല് അത് കിതാബും സുന്നത്തുമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ വിഷയം ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൽമുൽ മാഖൂലാത്ത് എന്ന് പറഞ്ഞാൽ ആ ഇൽമുൽ മാഖൂലാത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജായിസായ മുസ്തഹീലായ സിഫത്തുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ജായിസും മുസ്തഹീലുമായ സിഫത്തുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന, അവകളെ വിശദീകരിക്കുന്ന, അവകളെ വ്യക്തമാക്കി തരുന്ന ഒരു ഇൽമിന്റെ ശാഖയാണ്, വിജ്ഞാന ശാഖയാണ് ഇൽമുൽ മാഖൂലാത്ത്. ആ ഇൽമുൽ മാഖൂലാത്തിലും ഇത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി സാക്ഷ്യപ്പെടുത്തുന്നത്. നിങ്ങൾ കുറെ അഹ്ലുൽ കലാമിന്റെ വർത്താനം കുറെ അടിച്ചോണ്ട് ഇതൊരു കാര്യമല്ല. ഞാനിവിടെ അഹ്ലുസുന്നയുടെ അഭിപ്രായം എന്താണെന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്താ നിങ്ങളത് തൊടാത്തത്? ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുല്ലാ അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തിയ കാര്യം, ലൈസ ബിമഖ്ലൂഖിൻ ലിഅന്നഹു മുഹാലുൻ അൻ യുസ്തആദ ബിമഖ്ലൂഖിൻ വഅലാ ഹാദാ ജമാഅത്തു അഹ്ലുസ് സുന്നഹ്. എന്താ നിങ്ങളത് മിണ്ടാത്തത്? മറുപടി പറയ്. എന്നിട്ട് വൈരുദ്ധ്യാണ്. എങ്ങനെ മൊയിലേറെ വൈരുദ്ധ്യാകാണ്ടിരിക്കുക? കളവല്ല നിങ്ങൾ പറയുന്നത്. മഹലൂക്കും ഹാലിക്കും വൈരുദ്ധ്യല്ലേ? വൈവിധ്യാണോ? നിങ്ങൾ എന്തായി പറയുന്നത്? അത് അങ്ങനെ ആവാം, ഇങ്ങനെ ആവാം. ആവില്ല മൊയിലേറെ. റാസി എന്തെങ്കിലും അദ്ദേഹത്തിന്റെ കിതാബില് കലാം അഹ്ലുൽ കലാമിന്റെ വാദം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങി. എന്താ മൊയിലേര് തൊടാത്തത്? وقد ذكرت وصيته عند موته وأنه رجع عن مذهب الكلام فيها إلى طريقة السلف وتسليم ما ورد على وجه المراد لاحق بجلال الله. വളരെ കൃത്യമായി ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ബിദായ വന്നിഹായയിൽ രേഖപ്പെടുത്തി. എന്താ മൊയിലേരെ മിണ്ടാത്തത്? എന്താ മൊയിലേരെ മിണ്ടാത്തത്? അതെ, ഇത് അല്ല മുസ്ലിയാരെ, ഞാനിവിടെ ഇട്ടതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ വിചാരിച്ച എന്താ സനദില്ല? ഞാൻ എന്താ കാന്തപുരം മുസ്ലിയാരാണെന്ന് വിചാരിച്ചോ? സനദില്ലാത്തൊക്കെ കൊണ്ടുവരാന് ഞാൻ വളരെ കൃത്യമായി عن يعقوب الحموي عن ابن لفخر الدين رازي عنه റാസിയിൽ നിന്നാണ്, ഇമാം റാസിയിൽ നിന്നാണ് സനദോടുകൂടി ഉദ്ധരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ റാസിയുടെ കിതാബിൽ നിന്ന് തന്നെ വേണം എന്ന് അറിഞ്ഞില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊന്നും നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊന്നും നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ. നബി എഴുതിയല്ലോ എന്ന് ചോദിക്കില്ല നിങ്ങൾ.
ഇത് റാസിയിൽ നിന്ന് കൃത്യമായ സനദോടുകൂടി ബിദായ വന്നിഹായിൽ ഉദ്ധരിക്കുന്നതാണ് ഉസ്താദെ, ഉദ്ധരിക്കുന്നതാണ് ഉസ്താദ്. പഠിക്കണങ്ങൾ ഒരുപാട് കീലകാലകൾ, അതെ ഞാൻ രേഖപ്പെടുത്തിയിട്ട് കുറെ കീലകാലകൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് മരിക്കുന്ന സമയത്ത് ഇമാം റാസി തൗബ ചെയ്തുകൊണ്ട് അഹ്ലുൽ കലാമുകാരുടെ പിഴച്ച വാദങ്ങളിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. മുസ്ലിയാരെ, എന്താ നിങ്ങൾ അതിനൊന്നും തൊടാത്തത്? കിതാബ് ഒന്നല്ല, ഇബ്നു സായിയുടെ കിതാബിലുണ്ട്. അതുപോലെ തന്നെ എത്രയോ കിതാബുകളിൽ വേണോ സനദോടുകൂടി, മുടി പോലെയല്ല, സനദോടുകൂടി ഉദ്ധരിക്കും. പിന്നെ എവിടെ നമ്മളെ സഹാബിയുടെ പേരെവിടെ? കാഴ്ച തരണേ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് തേടി, നബിയോട് കാഴ്ചക്ക് വേണ്ടി തേടി എന്ന് പറഞ്ഞ ഹദീസ് മറന്നിട്ടില്ലേ? എന്താ പോയില്ലേരൊന്നും പറയാത്തതെന്താ? വെറുതെ ബബ്ബടിച്ചാ പോരാ, അഹ്ലുൽ കലാമിന്റെ വാദം പറഞ്ഞാ പോരാ, എവിടെ സംഗതി വരി? അള്ളാഹുവിന്റെ സിഫത്തുകൾ വിശദീകരിക്കുന്ന, അള്ളാഹുവിന്റെ ഖുർആൻ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഇവിടെ പണ്ഡിതന്മാർക്ക് രണ്ട് മദ്ഹബാണ് ഉള്ളത്. ഒന്ന് സലഫിന്റെ മദ്ഹബ്, മറ്റൊന്ന് ഖലഫിന്റെ മദ്ഹബ്. സലഫിന്റെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ അത് തഫ്വീലിന്റെ മദ്ഹബാണ്. അതായത് ഓരോ ആയത്തുകളും വരുമ്പോൾ അതിൻ്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞ് എല്ലാം അള്ളാഹുവിലേക്ക് തന്നെ ഏൽപ്പിക്കുന്ന മദ്ഹബാണ് സലഫിന്റെ മദ്ഹബ്. മറ്റൊന്ന് ഖലഫിന്റെ മദ്ഹബാണ്, അതിനെ തഅ്വീൽ ചെയ്യുന്ന മദ്ഹബാണ്. ഇതിൽ തഅ്വീൽ ചെയ്യുന്ന മദ്ഹബായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം റാസിക്കുണ്ടായിരുന്നത്, അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലിക്കുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം അടുത്തതായ സന്ദർഭത്തിൽ, അതായത് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഈ തഅ്വീലിന്റെ മദ്ഹബിൽ നിന്ന്, അതായത് ഈ ഖലഫിന്റെ മദ്ഹബിൽ നിന്ന് സലഫിന്റെ മദ്ഹബിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതല്ലാതെ അദ്ദേഹം അതുവരെയും കൊണ്ടു നടന്ന നല്ലതായ ആശയങ്ങളിൽ നിന്ന് മാറി സലഫികൾ എന്ന് ഇന്ന് അവകാശപ്പെടുന്ന മുജാഹിദുകളുടെ ആശയത്തിലേക്ക് മാറി എന്നല്ല പറഞ്ഞത്. അവിടെ സലഫുസാലിഹീങ്ങളുടെ മദ്ഹബ്, അതായത് തഫ്വീലിന്റെ മദ്ഹബിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് അവിടെ ഇബ്നു കസീർ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ബഹുമാനപ്പെട്ട ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിലും അതുപോലെയുള്ള ഗ്രന്ഥങ്ങളിലും കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങളിൽ നിന്നും ആദർശങ്ങളിലും നിന്നും, അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളിൽ നിന്ന്, ആദർശങ്ങളിൽ നിന്ന്, അതായത് അശ്അരി ത്വരീഖത്തിൽ നിന്ന് മാറി ബിദ്അത്തിന്റെ ത്വരീഖത്തിലേക്ക്, പ്രസ്ഥാനത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാക്കുന്ന വിഷയത്തിൽ PKM ബഷീറിനും കൂട്ടുകാർക്കും റൂമിലിരിക്കുന്നവർക്കും അബദ്ധം പറ്റിയതാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ചർച്ചാ വിഷയം ഈ സഹായാർത്ഥന ശിർക്കാണോ അല്ലയോ എന്നതാണ്. ശിർക്കല്ല എന്ന് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഇമാം റാസിയുടെ വിശദീകരണങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ശിർക്കല്ല എന്ന് സ്ഥിരപ്പെടുത്താൻ ഇത് വളരെയേറെ മതിയായതാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ചോദിച്ചല്ലോ, ഇമാം റാസി ശിർക്കിന്റെ വാഹകനായിരുന്നോ, ശിർക്ക് പ്രചരിപ്പിക്കുന്നവനായിരുന്നോ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ശിർക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? മിണ്ടിയില്ലല്ലോ മൗലവി സാഹിബ്, മിണ്ടിയില്ലല്ലോ. എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല? ഇമാം റാസി പറഞ്ഞ ഈ വിശദീകരണം അത് ശിർക്കിന്റെ വചനമായിരുന്നോ, വിശദീകരണമായിരുന്നോ? മറുപടി പറയണം. 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായിരുന്നു ഇമാം റാസി എന്നല്ലേ മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണത്തിൽ പരിചയപ്പെടുത്തിയത്. ആ ഇമാം റാസി ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് വിഷയം ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പിഴച്ച ആശയക്കാരനാ. അവരോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം മുജദ്ദിദാണ്, അദ്ദേഹം നല്ല വ്യക്തിയാണ്. അപ്പോൾ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇമാം റാസി ചർച്ച ചെയ്തതുകൊണ്ട് അദ്ദേഹം പിഴച്ച ആശയക്കാരനായി. ആയതുകൊണ്ട് ഇമാം റാസി മുശ്രിക്കാണോ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ശിർക്കിന്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? ഇമാം റാസി ഇങ്ങനെ ഒരു വിശദീകരണം കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ട് നമുക്കത് അംഗീകരിച്ചുകൂടാ? ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾക്ക് PKM ബഷീർ വ്യക്തമായി മറുപടി പറയാം.
പിന്നെ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ഒരു അന്ധനായ സ്വഹാബി പരാതി പറഞ്ഞതായ വിഷയം എവിടെ, ഹദീസ് എവിടെ എന്നാണ് PKM ബഷീർ ചോദിക്കുന്നത്. ഇവിടെ ഹദീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു ലരീർ വന്നു, ഒരു ദുരിതം ബാധിച്ച വ്യക്തി വന്നു. എന്നിട്ട് ഫശക്കാ ഇലൈഹി ദഹാബ ബസ്രിഹി, അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതി ബോധിപ്പിച്ചു, പരാതി പറഞ്ഞു എന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുപോലെ ധാരാളം പണ്ഡിതന്മാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല മുസ്ലിയാരെ, നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ തന്നെ ഉള്ളൂ അല്ലേ? ഈ ജാതി പൊട്ടത്തരങ്ങളും ഇതുപോലുള്ള ദുർവ്യാഖ്യാനങ്ങളും ദുർബലമായ ഹദീസുകളും മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഇത് വിശ്വാസ കാര്യങ്ങളാണ്, സ്വഹീഹായ പ്രമാണങ്ങളാണ് ഉദ്ധരിക്കേണ്ടത്. നിങ്ങൾ എന്താ പറയും? ഈ ഹദീസ് ഇപ്പൊ നിങ്ങൾ ഇട്ടുള്ളതുണ്ടല്ലോ, ഈ റിപ്പോർട്ടിലുള്ള ഇബ്നു വഹബ്, അതെ ഇബ്നു വഹബ് ഷബീബിന് സയ്യിദിൽ നിന്നുമാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അത് ദുർബലമാണ്, സഹീഹല്ല. എന്നാൽ സഹീഹായ ഇതേ സംഭവം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസുണ്ട്. അതിൽ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെയല്ല, മറിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നതാണ്. മനസ്സിലായോ? ഇവിടെ നിങ്ങൾ ഇപ്പിട്ടിട്ടുള്ള ഈ ഹദീസ് അത് ദുർബലമാണ്. അതിന്റെ ദുർബലത ഇബ്നു വഹബിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. ഇബ്നു വഹബിൽ നിന്നും ഷബീബ് ഇബ്നു സഈദ്. ആ റിപ്പോർട്ട് ദുർബലമാണ്. സ്വഹീഹായ പ്രമാണങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്നർത്ഥം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മുസ്ലിയാക്കന്മാർ ഭണ്ഡാരപ്പെട്ടി നടക്കുന്നതിന് വേണ്ടി, ജാറങ്ങളിൽ വെച്ചിട്ടുള്ള ഭണ്ഡാരപ്പെട്ടി നടക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ദുർവ്യാഖ്യാനങ്ങളാണ് നടത്തുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ ആയത്ത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുക. സൂറത്ത് ജാസിയയിൽ അല്ലാഹു സുബ്ഹാനഹു തആല 21-ാമത്തെ ആയത്തിൽ പറയുന്നത് അം ഹസിബല്ലദീന ഇജ്തറഹു. അതെ, എന്താണ് ചോദിക്കുന്നത്? അതല്ല തിന്മകൾ ചെയ്തു കൂട്ടിയവർ വിചാരിക്കുന്നുവോ? ഒരു ചോദ്യമാണത്. എന്താണ് ചോദ്യമാണ്? ജീവിതവും മരണവും, അതെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ കാഫിറുകളായിട്ടുള്ള ആളുകൾ വിചാരിക്കുന്നുണ്ടോ അവരുടെ ജീവിതവും മരണവും അതെ സമമാണോ എന്നാണ് അവിടെ ചോദ്യം. ഇത് അല്ലാത്തവരെ വിളിക്കാൻ അതേ മൊയ്ലേരെന്താ പറഞ്ഞത്? കാരണമാണ് എന്നാണ് പറഞ്ഞത്. എവിടെ മുസ്ലിയാരെ ഇതിൽ കാരണം? എവിടെ? അതാണ് എന്റെ ചോദ്യം. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞിട്ടില്ല, തൊട്ടിട്ടില്ല. ഇവിടെ ആയത്ത് കോട്ടി മാറ്റിയിട്ട് നിങ്ങൾ പല വിധത്തിലുള്ള കസർത്തുകൾ നാട്ടി ഒരു വലിയ തഫ്സീറാണ്ട് കൊണ്ടുവന്നിട്ടു. അതിലെന്താ ഉള്ളത്? സവാഅൻ മഹ്യാഹും വമമാതുഹും ഖാല അൽ മുഅ്മിനു ഫിദ് ദുനിയ വൽ ആഖിറ മുഅ്മിൻ വൽ കാഫിറു ഫിദ് ദുനിയ വൽ ആഖിറ കാഫിറുൻ. എന്താണ്? നിങ്ങൾ വായിക്കലില്ല, ഞാൻ വായിച്ചു തരാണ്. ഈ സത്യവിശ്വാസി ദുനിയാവിലും ആഖിറത്തിലും സത്യവിശ്വാസിയാണ്. കാഫിറാവട്ടെ ദുനിയാവിലും ആഖിറത്തിലും കാഫിർ തന്നെ. ബഅസൽ മുഅ്മിൻ മുഅ്മിനൻ ഹയ്യൻ വമയ്യതൻ. അതെ എന്താണ് മുഅ്മിനിന്റെ ബഅസ്, പുനരുത്ഥാനം, മുഅ്മിനായിട്ട്. അതെ അതിൽ വളരെ മയ്യത്തായാലും മുഅ്മിനായിട്ടാണ്. അൽ കാഫിറും അതിന്റെ ജീവിതത്തിലായാലും മരണത്തിലായാലും അവൻ കാഫിർ തന്നെയാണ്. അതിൽ എവിടെ മൊയ്ലാരെ നിങ്ങൾക്ക് മരിച്ചു മൊയ്തീഷയെ കാക്കണേ, പുതുവന്നാന് ചേച്ചിയെ കാക്കണേ എന്നൊക്കെ എവിടെ മൊയ്ലാരെ? വെറുതെ അങ്ങനെ വർത്താനം പറഞ്ഞാൽ മതിയാ? കുറെ ഇങ്ങനെ അറബി തഫ്സീറാണ്ട് കൊണ്ടു ഇട്ടാ മതി മൊയ്ലാരെ? പറ്റില്ല മൊയ്ലാരെ, നിങ്ങളെ കളവാണ്. നിങ്ങൾ ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരൊറ്റ മറുപടിയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നതൊക്കെ ദുർവ്യാഖ്യാനം അല്ലെങ്കിൽ ദുർബലമായ റിപ്പോർട്ട്. ثم يقول لقد اختبرت طرق الكلامية والمناهج الفلسفية فلم أجدها تروي غليلا ولا تشكى عليلا. ഇമാം റാസിയാണ് പറയുന്നത്, ഞാന് ഫൽസഫക്കാരുടെയും കലാമുകാരുടെയും അഹ്ലുൽ കലാമിന്റെയും ഒക്കെ അഭിപ്രായങ്ങള് ഒരുപാട് പരിശ്രമിച്ചു നോക്കി. പക്ഷെ അതിലൊന്നും എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല, എനിക്കൊരു വിധത്തിലുള്ള സംതൃപ്തിയും ലഭിച്ചിട്ടില്ല എന്ന് ഇമാം റാസി പറയുന്നു. അങ്ങനെയാണ് ഇമാം റാസി ഇതിൽ നിന്ന് മടങ്ങിയത്.
സിവാ അൻ ജംഅനാ ഫീഹി ഖീല വഖാലു. ഇമാം റാസി പാടിയതാണ്. എന്ത്? ഞാൻ ഒരുപാട് കാലകീലകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ജം ചെയ്തിട്ടുണ്ട്, ഒരുപാട് ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ല. എന്നിട്ട് ഇമാം റാസി അദ്ദേഹം മാറി എവിടേക്കാണ് മാറിയത്? അതെ, സലഫുകളുടെ തരീഖത്തിലേക്ക് മാറിയെന്ന് മനസ്സിലായോ? വളരെ കൃത്യമായി ഇമാം റാസി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും മുസ്ലിയാർ തൊട്ടിട്ടില്ല. ഇബ്നു അബ്ദുൽ ബറിന്റെ ഇബാറത്ത് തൊട്ടിട്ടില്ല, അഹ്ലുസുന്നയുടേത് തൊട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇമാം ഫതഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അസ്കലാനി വളരെ കൃത്യമായി ഇമാം അഹ്മദ് ഇബ്നു ഹംബലിന്റെ റിപ്പോർട്ട് ഖത്താബി ഉദ്ധരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ മഹ്ലൂക്കിനോടും ഇസ്തിയാദത്ത് നടത്തുകയില്ല. എന്നാണ് ഫതഹുൽ ബാരിയിലുള്ളത്. നിങ്ങൾ കൊണ്ടുവന്ന ഏതോ ഫൽസഫക്കാരുടെ അഹ്ലുൽ കലാമുകാരുടെ വാദം അഹ്ലുസുന്നയുടെ ഉദ്ധരിക്കുമോ ഇല്ലേ? വെറുതെ ഫൽസഫക്കാരുടെയും അഹ്ലുൽ കലാമുകാരായിട്ടുള്ള ആൾക്കാരുടെ തത്വചിന്തകന്മാര് കലാമിന്റെ ആൾക്കാരുടെ വർത്താനങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങൾ എന്തിനാ നിങ്ങൾ ശിർക്ക് ചെയ്യിപ്പിക്കുന്നത്? ഞങ്ങൾ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഇമാം റാസി പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ മോളില്, അത് കുൻ എന്നുള്ളതാണ്. എന്ന് പറയാണ് വൈരുദ്ധ്യല്ലാന്ന്. വൈരുദ്ധ്യമുണ്ട് മുസ്ലിയാരെ. മഹ്ലൂക്കാണ് ഒന്ന്, മറ്റത് ഖാലിക്കാണ്. രണ്ടും വൈരുദ്ധ്യമുണ്ട് മുസ്ലിയാരെ. കളവുകളല്ല, മറിച്ച് കൃത്യമായ പ്രമാണങ്ങളാണ് തെളിവായി കൊണ്ടുവരേണ്ടത്. നിങ്ങളുടെ വാദം കളവാണ്. എനിക്ക് ഇപ്പോഴും കിട്ടേണ്ടത് എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ഒച്ചയിൽ പറഞ്ഞാലും ആക്ഷേപിച്ച് പറഞ്ഞാലും കുറെ മുസ്ലിയാരെ എന്ന് വിളിച്ചാലും താൻ അകപ്പെട്ടിരിക്കുന്ന വിപത്തിൽ നിന്ന്, വിഷമത്തിൽ നിന്ന്, പ്രശ്നത്തിൽ നിന്ന് പരിഹാരമുണ്ടാകുമെന്നുള്ള തെറ്റായ ഒരു തോന്നലാണ് PKM ബഷീർ സാഹിബിനെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടൊന്നും യാതൊരു പ്രകോപനവും ഇവിടെ നിന്ന് ഉണ്ടാവുകയില്ല. ഇവിടെ ബഷീർ സാഹിബിന് ഈ വിശദീകരണം മനസ്സിലാകാത്തത് കൊണ്ടാണ്. സവാഉം മഹിയാഹും വ മമാത്തുഹും എന്നുള്ളിടത്ത് 2 ഖിറാഅത്താണ് ഉള്ളത്. ആ ഖിറാഅത്ത് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഓതിയതെങ്കിലും കേട്ടിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അതിലൊരു സംശയമെങ്കിലും ഉണ്ടാകുമായിരുന്നു. എങ്ങനെയെങ്കിലും ദുർവ്യാഖ്യാനം ചെയ്യണമല്ലോ എന്നുള്ള ചിന്തയോടുകൂടെ ഞാൻ പറയുന്നത് കേട്ടില്ല എന്ന രീതിയിൽ കേട്ടതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. സവാഅൻ മഹിയാഹും വ മമാത്തുഹും എന്ന് സവാഉം മഹിയാഹും വ മമാത്തുഹും. ഇവിടെ സവാഉൻ എന്നുള്ളിടത്തിൽ സവാഉൻ എന്ന ഖിറാഅത്തുമുണ്ട്, സവാഅൻ എന്ന ഖിറാഅത്തുമുണ്ട്. ബഷീർ സാഹിബ് ഇവിടെ പോസ്റ്റ് ചെയ്തത് സവാഅൻ എന്ന ഖിറാഅത്താണ്. ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തു പറയുന്ന വിഷയം സവാഉൻ എന്ന ഖിറാഅത്തനുസരിച്ചാണ്. സവാഉൻ സമമാണ് മഹിയാഹും വ മമാത്തുഹും, അവരുടെ ജീവിതവും മരണവും സമമാണ് എന്ന് പറയുന്ന സവാഉൻ എന്ന ഖിറാഅത്തനുസരിച്ചുള്ള ആശയമാണ്, ആദർശമാണ് ഞാൻ പറയുന്നത്. അതായത് അള്ളാഹുവിൽ വിശ്വാസം രേഖപ്പെടുത്തുന്ന അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ജീവിതവും മരണവും സമമാണ് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, മഹിയാഹും സവാഉൻ മഹിയാഹും വ മമാത്തുഹും, ആ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ അതായത് സത്യവിശ്വാസികളുടെ ജീവിതവും മരണവും സമമാണ്. ഇൽമുൽ മാഖൂൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനിവിടെ വിശദീകരിച്ചു. ഞാൻ ഉദ്ധരണി പോസ്റ്റ് ചെയ്തു, അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല. ഞാനിവിടെ പോസ്റ്റ് ചെയ്തു ഇൽമുൽ മാഖൂൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം അത് കിതാബും സുന്നത്തുമാണ്. ഇൽമുൽ മാഖൂലാത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരു വിജ്ഞാന ശാഖയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്ന ഉദ്ധരണി അടക്കം ഞാനിവിടെ പോസ്റ്റ് ചെയ്തു. ബഷീർ സാഹിബ് ആ ഭാഗത്തേക്ക് നോക്കിയിട്ടേയില്ല. അതിനെ സംബന്ധിച്ച് പറയാൻ അദ്ദേഹത്തിന് ഒന്നുമില്ല. ഇമാം റാസി മുശ്രിക്കാണോ എന്ന് ചോദിച്ചു. ഇമാം റാസി ശിർക്കിന്റെ വാഹകനായിരുന്നോ, ശിർക്ക് പ്രചരിപ്പിക്കുകയായിരുന്നോ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ശിർക്കിന്റെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചോ ചോദിച്ചിട്ട് മിണ്ടിയില്ല. ഇമാം റാസി അദ്ദേഹം ഫൽസഫക്കാരനായിരുന്നു, കീലകാലയിൽ നിന്നും മാറി എന്ന് പറയുന്ന ബഷീർ സാഹിബ് ഇമാം റാസിയുടെ കുന്നെന്നുള്ള വാചകം ആ ഒരു വിശദീകരണം എടുത്തു പറയുകയും ചെയ്യുന്നു. ഒരു ഭാഗത്ത് ഇമാം റാസിയെ
മോശക്കാരനായി ചിത്രീകരിക്കുന്നു, മറുഭാഗത്ത് കലിമാത്തുല്ലാഹി താമാത്ത് കൊണ്ടുള്ള മുറാദ് കുൻ എന്നാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ളതായ വൈരുദ്ധ്യങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് സത്യം മനസ്സിലായതുകൊണ്ടോ അല്ലെങ്കിൽ സത്യം മനസ്സിലായപ്പോൾ അല്ലെങ്കിൽ വ്യക്തമായപ്പോൾ അതിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതുകൊണ്ടോ എന്താണ് എന്ന് ഇത് കേൾക്കുന്നതായ ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ടാകും. ഏതൊരു ഹദീസ് കൊണ്ടുവന്നാലും ഏതൊരു ആയത്ത് കൊണ്ടുവന്നാലും ആ ആയത്തിനെ എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക, ആ ഹദീസിനെ എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക എന്ന് ചിന്തിക്കുകയും അത് ദുർബലമാണ്, അത് ലൈഫാണ്, അത് സ്വീകരിക്കാൻ പറ്റൂല, അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല, പണ്ഡിതന്മാർ അതിനെ അങ്ങനെയല്ല വിശദീകരിച്ചത് എന്നിങ്ങനെ ദുർവ്യാഖ്യാനം നടത്തുകയും തെറ്റിദ്ധാരണ പരത്തുകയും വിശദീകരിച്ച പണ്ഡിതന്മാരെ മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് മുജാഹിദുകൾക്ക് എവിടെയും ഉള്ളത്. ആ ഒരു നിലപാടാണ് ബഷീർ സാഹിബ് ഇവിടെയും സ്വീകരിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു അന്ധനായ സ്വഹാബിവര്യൻ വിഷമം പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് തവസ്സുലും ഇസ്തിഗാസയും അടങ്ങുന്ന ഒരു വചനം പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ റസൂലുള്ളാഹിന്റെ അഭാവത്തിൽ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്ത സംഭവം, ആ സംഭവത്തെ അടിസ്ഥാനമാക്കി ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഇവിടെ മറ്റൊരു വ്യക്തിക്ക് ഈ സംഭവം ഈ ചരിത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വ്യക്തിയോട് ഇസ്തിഗാസ കൊണ്ട് തവസ്സുൽ കൊണ്ട് നിർദ്ദേശിച്ച സംഭവമാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്തത്. എന്ത് പോസ്റ്റ് ചെയ്താലും ഇവർക്ക് ദുർബലമാണ് എന്ന് പറയാനല്ലാതെ എന്തുകൊണ്ടാണത് ദുർബലമായത് എന്ന് തെളിയിക്കാൻ കഴിയുകയില്ല. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വളരെ പ്രസിദ്ധനാണ് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഷാമിൽ നിന്ന് മദീനയിലെത്തിയത് 7 ദിവസം കൊണ്ടാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തിയതിന് ശേഷം വതശഫഉഹി ബിഹി ഫീ തഖരീബി ത്വരീഖിഹി, തൻ്റെ വഴിയുടെ ദൂരം കുറച്ചു തരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശുപാർശ ചോദിച്ച് എൻ്റെ വഴിയുടെ ദൂരം കുറച്ചു തരുന്ന വിഷയത്തിൽ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം നബിയെ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വഫാത്തായ റസൂലുള്ളാഹിനോട് എനിക്ക് വേണ്ടി ശുപാർശ പറയണേ, ശുപാർശ എന്ന് പറയുന്ന സഹായം എനിക്ക് വേണ്ടി ചെയ്തു തരണേ എന്ന് ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ, ആ ഒരു സഹായം റസൂലുള്ളാഹിനോട് ചോദിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് 2.5 ദിവസം കൊണ്ട് ഷാമിൽ തിരിച്ചെത്താൻ കഴിഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി അടക്കമുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്തിഗാസ ശിർക്കാണെന്ന് സ്ഥാപിക്കുവാൻ PKM ബഷീർ സാഹിബിന്റെ സമീപത്ത് ഒരു ആയത്തോ ഒരു ഹദീസോ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളോ ഇല്ല. ഇവിടെ ഞാൻ പറഞ്ഞതായ തെളിവുകളെ നിഷേധിക്കാൻ അദ്ദേഹത്തിൻ്റെ കൈവശം യാതൊരു തെളിവുകളുമില്ല. ഇമാം റാസി മുശ്രിക്കാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മൗനം പാലിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ ഗ്രന്ഥം അത് ശിർക്കിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചതാണോ എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. ഇമാം റാസിയെ പകുതി കൊള്ളുകയും പകുതി തള്ളുകയും ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്ന് മുജാഹിദുകൾ പരിചയപ്പെടുത്തിയ ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇങ്ങനെ ഒരു പരാമർശം കൊണ്ടുവരുമ്പോൾ ഇത് ശിർക്കായിരുന്നുവെങ്കിൽ അദ്ദേഹം അങ്ങനെ കൊണ്ടുവരുമായിരുന്നില്ല. ഇത് പറയൽ നല്ലതാണ് എന്ന് ഇമാം റാസി വളരെ വ്യക്തമായി പറയുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇങ്ങനെ ഒരു പരാമർശം കൊണ്ടുവരുമ്പോൾ തീർച്ചയായും നമുക്കത് അംഗീകരിക്കാവുന്നതാണ്. ശിർക്കാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇങ്ങനെ ഒരു പരാമർശം കൊണ്ടുവരുമായിരുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു സത്യവിശ്വാസി അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം അഭ്യർത്ഥിക്കുക എന്നുള്ളത് ശിർക്കല്ല. ശിർക്കാണെങ്കിൽ ഇമാം റാസി അങ്ങനെ ചെയ്യുകയില്ല, ഇമാം റാസി അങ്ങനെ പറയുകയില്ല, ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ പറയുകയില്ല, അങ്ങനെ ചെയ്യുകയില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ
അങ്ങനെ പഠിപ്പിക്കുകയില്ല. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നുകൊണ്ട് സ്വഹാബത്ത് പലപ്പോഴും പല സന്ദർഭങ്ങളിലും സഹായം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വഹാബത്ത് സഹായം ചോദിക്കുകയില്ല. ആ സഹായം ചോദിച്ച സ്വഹാബത്തിന് റസൂലുള്ളാഹി സഹായിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം റസൂലുള്ളാഹി സഹായിച്ചു എന്നതുകൊണ്ട്, റസൂലുള്ളാഹിനോട് സഹായം ചോദിച്ചു എന്നതുകൊണ്ട്, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അങ്ങനെ ഉണ്ടായി എന്നതുകൊണ്ട് ഇമാം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതിന് അനുകൂലമായ ധാരാളം പരാമർശങ്ങളും സംഭവങ്ങളും കൊണ്ടുവരുന്നു എന്നതുകൊണ്ട് തന്നെ ഇത് അനുവദിക്കപ്പെട്ട കാര്യമാണെന്നും ശിർക്കല്ല എന്നും വളരെ വ്യക്തമായ രീതിയിൽ ഇവിടെ സ്ഥിരപ്പെടുന്നുണ്ട്.